goodbye. They all see that it's a lie, 'cause we always give it one last try. Yeah, you've watched. Hey, hello, welcome back to Andreamy Vlog and we are back with another vlog എന്ന് പറയാൻ പറ്റും. കാരണം ഇന്ന് നമ്മൾ വ്ളോഗായിട്ട് തന്നെ വന്നത്. അപ്പോൾ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് യാത്രയായിരുന്നു. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇൻട്രോ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതായത് ആ സ്ഥലത്തിന് പേര് ചെറുതായിട്ടൊന്നും തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. തെറ്റെന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഏകദേശം അതേപോലെ തന്നെ വായിക്കും, പക്ഷേ ആ സ്ഥലത്തിൻ്റെ പേര് വേറെയായി. അപ്പോൾ അതാണ് ഞാൻ ഇൻട്രോ ഇങ്ങനെ എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് പന്തല്ലൂർ മല എന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ചെകുത്താമ്പാറ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന്. മറക്കാതെ എല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണാം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേസ് അടിപൊളിയാണ്. അപ്പോൾ എന്താ പറയുക, അധികം വലിച്ചു തരുന്നില്ല, നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ പറയാം. പന്തല്ലൂർ മലയ്ക്ക് പോവാണ്. കട്ട് ഓഫ് റോഡാണ്. അവിടെ എത്തി അറിയാം കയറാൻ പറ്റുമല്ലേ. ഇങ്ങനെ നേരെ വണ്ടി കയറാൻ പറ്റുമോ നോക്കട്ടെ. കുറച്ച് ഓഫ് റോഡ് സെറ്റപ്പ് ഉണ്ട് അവൻ്റെ വണ്ടി. അക്കോൻ്റെ ഓഫ് റോഡ് സെറ്റപ്പ് സീനായി. മയറ ഓഫ് റോഡ് കേട്ടോ. വണ്ടി കാറി വരണവരൊക്കെ സീനാണ്. അവിടെ നിന്ന് ഇവിടെ കയറ്റാൻ എളുപ്പമല്ല. ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നേരൊക്കെ നടക്കാന്നുള്ളതാണ് പ്ലാൻ. അവിടെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കുറച്ച് ആൾക്കാർ ഇവിടെ പോകുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സീനൊന്നും. സാനിറ്റൈസർ ആകുമ്പോൾ മുഖ്യം പോയില്ലേ. അപ്പോൾ ഇവിടെ നോക്കാം എന്താ അവസ്ഥ എന്ന്. ഞങ്ങളുടെ ലോകം കാണാം. ബൈക്കുകൾക്ക് കുഴപ്പമില്ല, ബൈക്കുകൾക്ക് സീനില്ല. പക്ഷേ കാറുകൾ വരുന്ന ആൾക്കാർക്ക് സീനാണ്. കാറിൽ കുറച്ച് ടാസ്ക്കാണ്. അങ്ങനെ അക്കുവിൻ്റെ കുറേ നേരത്തെ പരീക്ഷണത്തിന് ശേഷം അപ്പോൾ നമ്മളിപ്പോൾ ആ ലൊക്കേഷൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. സംഭവം ഇത് കടമ്പോട് നിന്നാണ്. 10 മിനിറ്റ് നടക്കാനുണ്ട്. ഇപ്പോൾ കടമ്പോട് നിന്നാണ് ഇത് സ്ഥലത്തിൻ്റെ പേര്. കടമ്പോട് നിന്ന് കണ്ടാണ് ഇവിടെ ഈ ബോർഡിനാവട്ടെ കയറി വരുമ്പോൾ. അപ്പോൾ വരാൻ ആയിരിക്കുന്ന ആൾക്കാർക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ലൊക്കേഷൻ്റെ രീതിയിൽ പറഞ്ഞിരുന്നു. നമ്മളപ്പോൾ പിന്നെയും പെട്ടു. ഇനി 2.5 കിലോമീറ്റർ ഉണ്ട്. കണ്ടോ, 2.5 കിലോമീറ്റർ ഇനി നടക്കണം. വണ്ടി വന്ന് പണി. എൻ്റെ ബൈക്കാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ബൈക്ക് കുറച്ച് വാക്കിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് എന്നല്ലേ പറയണത്. നടത്തം തന്നെ മേലേക്ക് ഇനിയും ഉണ്ട് നടത്താം. 2 കിലോമീറ്റർ നടക്കാനുള്ള. കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി ഉണ്ട്. ഏതാണൊരു ചെറിയ വ്യൂ. പോകെ പോയി. ഞങ്ങൾ സംഭവം പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല. എനിക്കൊരു അത്യാവശ്യമുണ്ട് ഇവിടെ വന്നിട്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ലാപ്ടോപ്പ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതുവേണ്ടി വന്നതാണ്. അപ്പോൾ ആളുടെ അവിടെ നിന്നൊരു 5 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളൂ ഈ സ്ഥലം. അപ്പോൾ അങ്ങനെ ഇതൊന്ന് വ്ളോഗ് ചെയ്താലോ എന്നുള്ള പ്ലാനായിരുന്നു. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഈ കോവിഡിൻ്റെ സീനായതുകൊണ്ട് എങ്ങോട്ടും പോകാറില്ല. ഫുൾ വീട്ടിൽ തന്നെയായിരുന്നു. കുറേ ആൾക്കാർ ഇറങ്ങണേ. അപ്പോൾ അക്കുവിൻ്റെ ക്യാമറയും പിടിച്ച് നടക്കുക, ഫോട്ടോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ എന്താ പറയുക, മാക്സിമം സേഫായിട്ടിരിക്കുക വീട്ടിൽ തന്നെ. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അത്ര കുഴപ്പമില്ലാന്ന് തോന്നി, സേഫാണ്. അതാ പിന്നെ ഇത് പെട്ടിമുടിനേക്കാളും കുറേ നടക്കാണ്ട്. അടിപൊളി. ഇനി ഇവിടുത്തെ വേലയ്ക്ക് നടക്കാണ്ടാണോ എന്നാട് നന്നാവും. മാസ്ക് കൂടില്ല കേട്ടോ, കോവിഡ് സീനായതുകൊണ്ട്. മേലെ ഇത്തിരി മാസ്ക് കൂടി സംസാരിക്കാം, റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ടാ. ഇട്ട് കാണാം കേട്ടോ. നല്ലൊരു രസമുണ്ട് ഇട്ട് കാണും. ടേണ് നല്ല രസം കൊണ്ട് കാണിച്ചിട്ട്. ഹായ്, വെള്ളമൊക്കെ ചെറുതായിട്ട് ഒഴിച്ചു വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം പോയി താഴേക്ക്. ഹൈ, രസമുണ്ട്. കാടിൻ്റെ ആംബിയൻസ് ഒക്കെ ഉണ്ട് ചെറുതായിട്ട്. അങ്ങനെ കാടാന്ന് തോന്നുന്നുണ്ട്. ഈ സംഭവം അറിയില്ല. നോക്കിയേക്കാം. ഇനിയും ഉണ്ടല്ലോ 1.5 കിലോമീറ്റർ കൂടി. 500 മീറ്റർ ആയിട്ടുള്ള നടന്നിട്ട്. സത്യം പറഞ്ഞാൽ കോമഡി എന്താണെന്നറിയോ, ഇനിയാണ് കയറ്റം. ഈ നടന്നൊന്നും കയറ്റല്ലേ, ഇവിടം വരെ വണ്ടിക്കൊക്കെ വരാൻ പറ്റും. ഇനി കയറിയൊക്കെ. ഓ, ഐ മിസ് എസാ. എൻ്റെ എസേനെ മിസ് ചെയ്യുന്നത് എൻ്റെ ബൈക്ക്. ഇതുണ്ടെങ്കിൽ സിമ്പിളായിപ്പോൾ കയറിപ്പോരായിരുന്നു. പറയാൻ നമ്മളിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടല്ലേ വന്നത്.
അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പ് പറഞ്ഞാൽ പൊളിയല്ലേ, എന്തെങ്കിലും ക്യാമ്പയിൻസ് വേണ്ടേ. അപ്പോൾ നമ്മളിനി സംസാരിക്കുന്നില്ല, കാരണം ഒന്നും കേൾക്കൂല, ശബ്ദത്തിന് സീനായതുകൊണ്ട്. അപ്പോൾ നമുക്ക് മേലെ നിന്നിട്ട് മൊത്തം ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, ഏകദേശം എത്താറായി. ഇനി കുറച്ചും കൂടി ഉള്ളൂ. സംഭവം കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾ ടൈം ലാപ്സ് കണ്ടിട്ടുണ്ടാവും. കട്ട് ഓഫ് റോഡും ഭയങ്കര അഡ്വഞ്ചറസ് ആട്ടോ, രസമുണ്ട്, നല്ല രസമുണ്ട്. കാടിൻ്റെ സൗണ്ട് കേട്ടാ. കുറേ കാലത്തിന് ശേഷം മല കയറുമ്പോൾ നല്ല രസമുണ്ട്. ഭയങ്കര സൗണ്ട്. അക്കു എന്നെ വിളിക്കാടാ. ഏകദേശം എത്താറായെന്ന് തോന്നുന്നു. ഇനി കുറച്ചുകൂടി ഉള്ളു തോന്നുന്നുണ്ട്. അറിയില്ലേ ഇവിടെ വരാത്തതുകൊണ്ട്, ആദ്യമായിട്ടല്ലേ. ഓ, കഴിഞ്ഞൊരു കിലോമീറ്റർ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഇതെന്താ സംഭവം എന്നറിയില്ല, ഞങ്ങൾ എത്തിയിട്ടില്ല. നല്ല രസമുണ്ട് കാണാൻ, ഒരു ഹൊറർ ഫീലിംഗ് ഉണ്ട്. എടാക്കോ ചെറിയൊരു ഹൊറർ ഫീലിംഗ് അല്ലേ. For you in the morning, I'ma leave without giving a warning. I'ma leave without giving a. But every time we say goodbye, we all know. നമ്മളങ്ങനെ ഫൈനലി ഒരു വ്യൂ പോയിന്റ് എത്തി. എത്ര നടന്നു. ഇനിയൊരു വ്യൂ പോയിന്റ് കൂടെ ഉണ്ട്. ഈ വ്യൂ പോയിന്റ് എന്തായാലും കാണിച്ചു തരാം. ഫോഗൊന്നുമില്ല. ഓ വാവ്. I just wanna be happy, happy tonight. ഓ എൻ്റെ പൊന്നി, എന്തൊട്ട് വ്യൂ പോയിന്റ്. കുറച്ചുകൂടി നേരത്തെ വരണ്ടായിരുന്നു. ഭയങ്കര വെയിലാട്ടോ. ഓ മിസ്റ്റ്, ഫോഗ് ശരിക്കും മിസ്റ്റ്. അപ്പോൾ നമ്മുടെ ഒരു വ്യൂ പോയിൻ്റ്. സ്ഥലം വേറെ വൈബ് തന്നെയാണ്. നേരത്തെ വരണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫുള്ള് ഫോഗ് പോയി. കയറ്റം 4-4.5 കിലോമീറ്റർ നടന്നത് ഞങ്ങൾ. അമ്മതൊരു കയറ്റായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അടുത്തൊരു വ്യൂ പോയിൻ്റ് കൂടി നോക്കാം. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ച് നടക്കണ്ടെന്ന് പറഞ്ഞു. ഫോറസ്റ്റ് ഏരിയ കേട്ടോ, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇവിടെ വന്നപ്പോൾ അവിടെ എത്തണ ബ്രോസില്ലേ, അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇത് സീൻ ഏരിയ ആണെന്ന്. ഇവിടെ നിന്ന് ഇനി കുറച്ച് നടക്കാണ്ട്, കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പറ്റാത്തതുകൊണ്ട് നടക്കും. അത് കഴിഞ്ഞിട്ട് പുലിയുടെ കാര്യം ചെറിയ സീനാണ്, ഫോറസ്റ്റുകാർ ചെറിയ സീനാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നടന്നിട്ട് ഇവിടുത്തെ കുറച്ച് നടക്കുന്ന വ്യൂ കാണിച്ചിട്ട് നമുക്ക് നേരെ മറ്റേൻ്റെ ഒന്നുകൂടി വ്യൂ കാണിച്ചു തരാം. അപ്പോൾ നേരത്തെ കണ്ടത് അതിപ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ അവസ്ഥയാണ്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് പോകണ്ടെന്നുള്ള തീരുമാനിച്ചു. വേറെ ഒന്നുകൊണ്ടല്ല, ഇവിടെ നിന്ന് ഫുള്ള് ഫോറസ്റ്റ് ഏരിയ. ആ പോക്ക് എന്താ, ഇതൊക്കെ ഫോറസ്റ്റാണ്. അപ്പോൾ വെറുതെ റിസ്ക് എടുത്ത് പോകണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ സംഭവങ്ങളുണ്ട്. അവിടെ ഫോറസ്റ്റുകാർ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല, കാരണം അവിടെ പുലി ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ അങ്ങോട്ടാണ്, ആ മലയാണ്. അപ്പോൾ അതാണ് വേറെ വ്യൂ പോയിന്റ്. ഇതാണ് ശരി, ഇത് വ്യൂ പോയിന്റ്. ഇത് അന്വേഷിച്ച് ഞങ്ങൾ വന്നേ, നിങ്ങൾക്ക് കാണിക്കേണ്ട വ്യൂ പോയിന്റ് കാണിച്ചിട്ടുണ്ട്. ഇതല്ലാണ്ട് ഒരു അഡ്വഞ്ചർ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞത്. നേരത്തെ കുറച്ച് പ്രോസ് ഉണ്ടായിരുന്നു, അവർ പറഞ്ഞതാണ്. പക്ഷേ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ എന്താ പറയുക, കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ വേറൊരു ടൈമിൽ നിങ്ങൾ എന്തായാലും കാണിച്ചു തരും, അടുത്ത പ്രാവശ്യം എന്തായാലും കാണിച്ചു തരും. നിങ്ങൾ ഒരു പുലിയുടെ കടി കെട്ടി മേടിച്ചിരുന്നു. സംഭവം റിസ്ക് ആയതുകൊണ്ടാണ് പോകാത്തത്. പിന്നെ ഇപ്പം തന്നെ കയറി ഇറങ്ങി വയ്യാണ്ടായി. മര്യാദയ്ക്ക് കാണിച്ചെടുക്കാൻ പറ്റിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സീൻ ഇതാ കണ്ടില്ലേ, ഫോഗൊക്കെ പോയി. നല്ലതുണ്ട് കേട്ടോ. മറ്റേ പെട്ടിമുഴിനെക്കാട്ടും ഭയങ്കര ദൂരമുണ്ട്, ഭയങ്കര കയറ്റമാണ്. ഒരു 4 കിലോമീറ്റർ ഏകദേശം കയറാനുണ്ട്, മല തന്നെ കയറാനുണ്ട്. അത് തന്നെ താഴെ നിന്ന്, അതായത് താഴെ ഗ്രൗണ്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട് ട്രാവലിങ് മേലേക്ക്. അപ്പോൾ ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തത് മഞ്ചേരിയാണ് ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, നല്ല അടിപൊളി സ്ഥലം കേട്ടോ. മാക്സിമം മോർണിംഗ് വരണം. മോർണിംഗ് വന്നാൽ അതിൻ്റെ ഫോഗും അടിപൊളിയായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്കൊന്നും ഇപ്പോൾ അത് തന്നെ ഒരു 10-11 മണിയായി. പക്ഷേ സ്റ്റിൽ ചെറിയ വെയിലുണ്ടെങ്കിലും ചെറിയ ഫോഗ് ഉണ്ട്, പക്ഷേ പോരാ, അടിപൊളി ഫോഗാണ്. അപ്പോൾ ഒരു പിക്കടാണ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരിക്കും അതിൻ്റെ ഫോഗ് എന്നുള്ളത്.
അപ്പോൾ ഇത്രത്തോളം ഈ സ്ഥലത്തിനെ കുറിച്ച് പറയാൻ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. ബട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ട്രക്കിങ്ങും ഓഫ് റോഡിങ് ആണ് ബൈക്കില്ലാണ്ട് അതായിരുന്നു അടിപൊളി. അതാണ് നമ്മുടെ പന്തല്ലൂർ മല അല്ലെങ്കിൽ ചെകുത്താൻപാറ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ലൊക്കേഷൻ ഇപ്പോഴും താഴെ ഡിസ്ക്രിപ്ഷനിലും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അഥവാ ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിപ്പറ്റിയെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ആ ലൊക്കേഷൻ ഇടുന്നത് താഴെ. അതുപോലെ എന്താ പറയുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. അതുപോലെ തന്നെ അധികാരം പുറത്തു പോകേണ്ട ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട്. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുന്ന ബെല്ല് നിങ്ങൾ അടുത്ത വീഡിയോ വരുമ്പോൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രത്തോളം ഇന്നത്തെ വീഡിയോ. അപ്പോൾ ദിസ് ഈസ് യുവർ Wandering Bee vlog and we will back with another vlog. Boom! You say you will, but then you don't.